ഈ വിഗ്രഹ കടത്താണെങ്കിൽ തന്നെയും കേരളം ഇപ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങളെ പറഞ്ഞിട്ടില്ലേ, കൺവേർഷൻ്റെ ഒരു ഹോട്ട് ബെഡായി കേരളം മാറിയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊന്നും ആളുകൾ ഈ കൺവേർഷന് വേണ്ടി വരുന്നൊന്നുമില്ല. അമേരിക്കയാണ് കുറച്ച് സ്പോൺസർ ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് വൻതോതിൽ ആളുകൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഈ പണിയെടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഇതാണ് ഒരു ഭാഗത്ത്. രണ്ട്, നോർത്ത് ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിസ്റ്റ് എലമെൻറ്റുകളെ കേരളത്തിൽ നിന്ന് സ്പോൺസർ ചെയ്ത്, അത് വലിയ തോതിലില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അപ്പോൾ പള്ളികൾ നവീകരിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത് കൺവേർഷനാണ്, ബേസ് കേരളമാണ് ഇപ്പോൾ ഇന്ത്യയിൽ. അല്ല, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആരായിരിക്കാം ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിന് ഞാൻ മുൻപും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യം നീണ്ടത് US-ലേക്കാണ്. US-ന് അതൊരു US-നെ സംബന്ധിച്ച ഇമ്പീരിയലിസ്റ്റ് അജണ്ടയാണ്. അവർക്ക് റോമൻ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്ന പോലെ അവർക്കൊരു ഇൻ്റർനാഷണലായ അവരുടെ സാംസ്കാരികവുമായിട്ടും മതപരമായ സ്വാധീനവും പിന്നെ അവർക്കൊരു മതം ആവശ്യമുണ്ട്. അതാണ് അവരുടെ കാര്യം. പക്ഷെ അതിനും അപ്പുറമായിട്ടുള്ള ലോകത്തെ മൊത്തം ഒരു മതത്തിൻ്റെ കൊടക്കീ കൊണ്ടുവരാനുള്ള അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു ശുദ്ധീകരണമുണ്ട്. പ്രധാനമായിട്ട് സിറിയൻ ക്രിസ്ത്യാനികൾ നമ്മളെ സംസ്കാരമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഹിന്ദുക്കളെക്കാട്ടും ഹിന്ദു മതമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ സിറിയൻ ക്രിസ്ത്യാനികൾ പല കാര്യങ്ങളാണ്. കാരണം ബ്രാഹ്മണിസത്തെയൊക്കെ ഭയങ്കര പോസിറ്റീവായി കാണുന്നത്, ഞങ്ങൾ ബ്രാഹ്മണസിന് പിൻഗാമികളാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയും. ഹിന്ദുക്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് നിങ്ങൾ ബ്രാഹ്മണനെന്ന് വെച്ചാൽ അയാൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും അവർ ക്രിസ്ത്യാനികളായി കൂട്ടുന്നില്ലേ ഈ പകുതിയും. ഓക്കെ, അവർക്കും ഇതിനാണ്. സോ അവരുടെ ലക്ഷ്യം ഈ ഹിന്ദുയിസത്തെ തകർക്കുക. കാരണം ഇത്ര ഏറ്റവും വലിയ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരം ഹിന്ദുയിസമാണ്, ഹൈന്ദവ സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം അത് തകർത്താൽ മാത്രമേ ഈ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യാനിറ്റി ഒന്ന് ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയാണ്. സിറിയൻ ക്രിസ്ത്യൻസ് ദേ ആർ വെരി മച്ച് ഹിന്ദുവൈസ്ഡ്. അപ്പോൾ അതുപോലെ തന്നെ മുസ്ലിംസിന് ഏറ്റവും പഴക്കം മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നും കേരളത്തിലത്തെയാണ്. ദേ ആർ ഓൾസോ വെരി മച്ച് ഹിന്ദുവൈസ്ഡ്. സംസ്കാരമായിട്ട് ഹിന്ദുവാണ്. അപ്പോൾ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. ഈ മുസ്ലിംസിലുള്ള ഈ പുതിയ ഭാഗം എന്ന് പറഞ്ഞാൽ സുന്നി മുസ്ലിങ്ങളെ അല്ല, കലിമ ചൊല്ലിയ ഹിന്ദുക്കളാണെന്നാണ് അവർ നമ്മളെയൊക്കെ പറയുന്നത്. ശരി. പുറത്ത് അങ്ങനെ അറിയില്ല, പക്ഷെ അവരുടെ വർത്തമാനത്തിൽ അങ്ങനെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ഈ പറഞ്ഞ ടീംസ് ഒന്നും ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യാനികളെ അവരുടെ ആചാരങ്ങൾ പലതും ക്രിസ്ത്യൻ അല്ല എന്നാണ് അവർ പറയുക. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ പക്ഷേ ഇവിടെ ഈ ഗ്രൂപ്പിലെല്ലാം പെട്ട ആളുകളെ ഇവർക്ക് വിലക്കെടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പൈസ, അമേരിക്കൻ വിസ. ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കരോളിന് നേരെ ആക്രമണം നടന്നു എന്നൊക്കെ പറയും? കാരണം പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ ഇപ്പോഴും കരോളുകൾ വരാറുണ്ട്. അവരെ ഒന്നും ആരും ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അല്ല, കരോളിന് നേരെ ആക്രമണം നടത്തുന്നത് ഇന്നൊന്ന് ഒരു കാര്യം എന്ന് വെച്ചാൽ അത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ട്, ഇപ്പം BJP-ക്കാർ ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു BJP ക്രിസ്ത്യൻ റിഫ്റ്റ് ഉണ്ടാക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഈ രണ്ട് ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. മൂന്നാമത്തത്, കരോൾ സംഘങ്ങൾ ചിലപ്പം കരോളുകളായിട്ടല്ല പിടിച്ചുപോയ സംഘങ്ങളായിട്ട് ചിലപ്പം പ്രവർത്തിച്ചെന്ന് വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധമുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്കതിൻ്റെ സമഗ്രത കാണണം. നമ്മൾ ആകപ്പാടെ കാണുന്നതാണ് കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു. അതിനകത്ത് പിന്നെ കൃഷ്ണകുമാർ നടത്തിയ പ്രസ്താവനയൊന്നും ശരിയല്ല. കാരണം കള്ളു കുടിച്ചിട്ട് പിള്ളേർ കള്ളു കുടിക്കുക, കൊച്ചുകുട്ടികൾ, അതൊന്നും ശരിയല്ല. കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു ഒന്ന്. രണ്ടെന്താണ്, കന്യാസ്ത്രീകൾ പിന്നെ ജയിലിലാക്കപ്പെട്ടു. അവിടെ പോയിട്ട് മതപരിവർത്തനം ചെയ്യാൻ നോക്കിയിട്ടാന്നുള്ളത് റിപ്പോർട്ട് വരില്ല. അപ്പോൾ ഒരു BJP നെഗറ്റീവിറ്റി ഇത് മാത്രമേ ഇതിൻ്റെ ഉള്ളോട്ട് ആരെങ്കിലും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് ശബരിമല നിരന്തരമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കൺവേർഷൻ. നോട്ട് ടോക്കിംഗ് അബൌട്ട് സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അവർ പണ്ടേ ഇവിടെ ഉള്ളതാണ്. അവരുടെ ചില ആളുകൾക്ക് വിലക്കെടുക്കാൻ പറ്റും. പക്ഷേ ആ സിസ്റ്റം ആൻറ്റി ഹിന്ദു അല്ല. അവിടെ പക്ഷേ ഈ വിഭാഗങ്ങൾക്ക് വൻതോതിൽ സ്വാധീനം കൂടിയിട്ട് ഈ സ്വാധീന ശക്തി കൂടുന്നത് 1990-കൾക്ക് ശേഷമാണ് പ്രധാനമായിട്ടും. 90-കൾക്ക് ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം തൊട്ടാണ് വൻതോതിൽ കൂടുന്നത്. ഈ കൂടിയ സമയത്ത് ആണ് അവിടെ പിന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യം കിട്ടുന്നു, സംവരണം എന്നുള്ള സംഭവം വരുന്നു, ഇവരൊക്കെ തിരിച്ചു വരുന്നു. അപ്പം ഈ തിരിച്ച് വരവിന് ഒരു കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ സംവരണം മാത്രമല്ല, ഇവരുടെ ഉള്ളിൽ പഴയ സങ്കല്പമാണ്. മാത്രമല്ല ശബരിമല ഈ സമയമാകുമ്പോഴേക്കും വൻതോതിൽ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു. മുമ്പേ ഉണ്ട്, പക്ഷേ വൻതോതിൽ ആളുകൾ ആകർഷിക്കുന്നു.